നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഹാശനി മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ കുംഭം രാശിയിലാണ് ശനി നിൽക്കുന്നത്. അത് മാർച്ച് 28 വരെയാണ്. കുംഭൻ രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് മാർച്ച് 28 കടക്കുകയാണ്. ഒരു രാശിയിൽ ഏറെക്കാലം നിൽക്കുന്ന ഒരു ഗ്രഹം ശനിയാണ്. 2.5 വർഷക്കാലമാണ് ഏകദേശം ശനി ഒരു രാശിയിൽ നിൽക്കുക. ശനി സ്വക്ഷേത്രമായിട്ടുള്ള കുംഭം രാശിയിൽ നിന്ന് വിട പറയുമ്പോൾ അത് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കൂറുകാർക്കും നേട്ടങ്ങളാണോ ഗുണമാണോ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ശനി സ്വന്തം രാശിയിൽ നിന്ന് സ്വാത്വിക ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന്റെ രാശിയിലേക്കാണ് മാറുന്നത്. നല്ലത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ രാശിക്കൂറുകാരുടെയും അവരുടെ ഗുണദോഷങ്ങളെ നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ഓരോ രാശിക്കൂറുകാരും അറിഞ്ഞിരിക്കേണ്ട ശനിമാറ്റത്തിന്റെ ഫലങ്ങളും അവർ ഏതൊക്കെ കാര്യങ്ങളിൽ ജാഗരൂകരായിരിക്കണം എന്നുള്ള കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിൽ പ്രതിപാദിക്കുന്നത്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം വീഡിയോ നമുക്ക് പ്രത്യേകം ഫലങ്ങളെ പറഞ്ഞു പോകാം. ശനിയുടെ രാശിപ്പകർച്ച മാത്രം കൊണ്ട് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ജാതകം അല്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ വിലയിരുത്തുക അസാധ്യമാണ്. മറ്റു ഗ്രഹങ്ങളുടെ എല്ലാം ചേർത്ത് വേണം അപ്രകാരം വിലയിരുത്താൻ. ഇത് ശനിയുടെ രാശിമാറ്റ ഫലം മാത്രമാണ് എന്നുള്ള അറിവോടുകൂടി ആയിരിക്കണം ഈ വീഡിയോയിലേക്ക് നമുക്ക് കടക്കേണ്ടത്. ഏതായാലും ശനിയുടെ ഈ മഹാരാശിമാറ്റം ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കൂടുതലായിട്ടും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് വിലയിരുത്തുക. ഇപ്പോൾ നമുക്ക് ധനുക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലത്തെ കുറിച്ചൊന്ന് പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലത്തിന്റെ ഒരു വിശദീകരണം നൽകാം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കണ്ടകശനിയിൽ അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളും പരിശോധിച്ചു പോകാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാലം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലേക്കാണ് ശനി എത്തുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിന് കുടിലത ഉണ്ടാകാം, ഭാര്യാഭർത്തൃ വിരഹമുണ്ടാകാം, സ്വധനം ചെലവാക്കുന്നതിൽ പോലും തടസ്സങ്ങൾ ഉണ്ടായേക്കാം, എല്ലാവരോടും കലഹിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകാം, കുടുംബത്തിലും കലഹമുണ്ടാകാം, ധനനഷ്ടം, മാനഹാനി, തോൽവി, മനസ്സുഖക്കുറവ്, കേസ് വഴക്കുകളിൽ പെട്ടെന്നുണ്ടാകുന്ന നഷ്ടം, മാതൃദുരിതം, വാഹനനാശം, നാൽക്കാലി നാശം, ദുരിതവർദ്ധനവ് എന്നിവയൊക്കെ 4-ാം ഭാവത്തിലെ ശനിയുടെ ഫലങ്ങളാണ്. കണ്ടകശനിയുടെ കാലമാണ്. വീട് വിട്ടുള്ള താമസവും പരദേശ ഗമനവും ഒക്കെ ഉണ്ടാകാം. വീട് നിർമ്മാണം ആരംഭിക്കുന്നതും സന്താനങ്ങളുടെ പ്രത്യേകിച്ച് പെൺമക്കളുടെ വിവാഹമൊക്കെ നടത്താൻ അനുകൂല സമയം കൂടിയാണ്. ഇനി നമുക്ക് ധനുക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കൂടി പറയാം. മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ അനുകൂല സ്ഥിതി മൂലം ധനുക്കൂറുകാർക്ക് കാഠിന്യം കുറയുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രലോഭന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പ്രതീക്ഷിക്കുന്ന അത്ര ആനുകൂല്യങ്ങൾ തൊഴിൽ രംഗത്ത് ലഭിക്കണമെന്നില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. വാക്കുകളിലും പെരുമാറ്റത്തിലും ഒക്കെ മിതത്വം പാലിക്കാൻ ശ്രദ്ധിക്കുക. ധനപരമായിട്ട് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തേണ്ട സമയമാണ്. കഠിനാധ്വാനം ചെയ്യുക വഴി പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. കഠിനാധ്വാനം ചെയ്യുന്നവരെ ശനിക്ക് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിലായാലും വിദ്യാർത്ഥികളായാലും കഠിനാധ്വാനം ചെയ്യുക. ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ദുശീലങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഈശ്വരാധീനത്താൽ വിഷമങ്ങളൊക്കെ തരണം ചെയ്യാൻ സാധിക്കും. ചില പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളെ കൂടി ഒന്ന് പറഞ്ഞു പോകാം. മാനസിക ആരോഗ്യ കാര്യത്തിൽ ധനുക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളൊക്കെ നേരിടാൻ കരുതിയിരിക്കുക. എല്ലാ കാര്യത്തിലും പൊതുവെ മന്ദത അനുഭവപ്പെടാം. ശനിപ്രീതി വരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ധനുക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലമായി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.